നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 166 166. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 5, അതിലെ 8ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി തഥൈവേദം അഹം ബുദ്ധ്യേ അനുശാസിത. ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി തദൈവേദം അഹം ബുദ്ധിയെ അനുശാസിതാം. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്ന. അപ്പോൾ പിന്നെ പ്രസീത എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിഞ്ഞിരിക്കുന്ന സർവേശ്വര, ഇതിനെ ചോദ്യം ചെയ്തിരിക്കുന്ന എനിക്ക് അപ്രകാരം തന്നെ അറിയിച്ചാലും, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം ശരിയായി പറഞ്ഞു തന്നാലും, അനുശാസിക്കപ്പെട്ടവനായിരിക്കുന്ന ഞാൻ, ശിക്ഷിക്കപ്പെട്ട് ഇരിക്കുന്ന ഞാൻ, അതായത് തല്ല കൊല്ല എന്നുള്ള ശിക്ഷണമല്ല, പറഞ്ഞു മനസ്സിലാക്കി തരാ എന്നുള്ള ശിക്ഷ. അനുശാസിക്കപ്പെട്ടവനായിരിക്കുന്ന ഞാൻ ഇതിനെ എങ്ങനെ അറിയുമോ? അതിനുള്ള ബുദ്ധി എനിക്കുണ്ടോ? എനിക്ക് ബുദ്ധിവൈഭവം തന്ന് മണിക്കടിക്കണേ എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, എല്ലാം അറിഞ്ഞും എല്ലാറ്റിനും നാഥനുമായിരിക്കുന്ന ഹേ ദേവദേവ, എല്ലാം അറിഞ്ഞും എല്ലാറ്റിനും നാഥനുമായിരിക്കുന്ന ഹേ ദേവദേവ, ഞാൻ ചോദിച്ചതായ ഈ സംഗതി അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട ഞാൻ ഏതുവിധമായാൽ നന്നായി അറിയുമോ, ആ വിധം എല്ലാം എന്നെ അറിയിപ്പിക്കണമേ. ബ്രഹ്മോവാച. അടുത്ത ശ്ലോകം 9. സമ്യക് കാരുണികസ്യേദം കാരുഗണസ്യ ഇതം. അങ്ങനെയാണ് വരുന്നത്. സമ്യക് കാരുണികസ്യ ഇതം വത്സാതേ വിജിഗിത്സിതം യത് അഹം ഉദിത സൗമ്യ പരധർമ്മ പ്രദർശനേ. സമ്യക് കാരുണകസ്യ ഇദം വത്സാതേ വിജിഗിത്സിതം യത് അഹം ചോദിത സൗമ്യ പരധർമ്മ പ്രദർശനേ. അപ്പോൾ പറയണു, ഹേ പുത്ര, കരുണയോടുകൂടിയ നിൻ്റെ സന്ദേശം നല്ലത്. എന്തുകൊണ്ടെന്നാൽ സാധുശീലനായ ഞാൻ പരമപുരുഷൻ്റെ ധർമ്മത്തെ പ്രദർശിപ്പിക്കുന്നതിൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ഹേ പുത്ര, കരുണയുള്ള നിൻ്റെ സന്ദേഹപൂർവകമായ ഈ ചോദ്യം വളരെ ആദരിക്കത്തക്കതായിരിക്കുന്നു, ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ പരമപുരുഷൻ്റെ വീര്യത്തെ പ്രകാശിപ്പിക്കുന്നതിൽ നീ എന്നെ ഉത്സാഹിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഡെപ്ത് ഭയങ്കരമാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ അതായത് പരമപുരുഷൻ്റെ, ഈശ്വരൻ്റെ വീര്യത്തെ പ്രകാശിപ്പിക്കുന്നതിൽ നിങ്ങൾ എന്നെ ഉത്സാഹിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. പക്ഷേ ഈ തുളസീദളത്തിൽ എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അവരൊരു ഹൈ എന്ന് പറഞ്ഞാൽ, ഇത് ഫോളോ ചെയ്യണവരെ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ
അത്രയും നന്ന്, അത്രയേ ഉള്ളൂ. എനിക്ക് ഭഗവാന്റെ വീര്യത്തെ വർണ്ണിക്കുവാൻ സംഗതി വരുത്തിയ ഈ പ്രശ്നത്താൽ നീ എൻ്റെ നേരെ കാരുണ്യത്തെ പ്രകാശിപ്പിച്ചതായി ഞാൻ വിചാരിക്കുന്നു എന്ന് സാരം. നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കിട്ടുന്ന സന്ദർഭം ഈശ്വരൻ്റെ വരദാനാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ചോദിക്കുന്ന ആളുടെ ഉള്ളിലും ഈശ്വരൻ കുടികൊള്ളുന്നു, പറയുന്ന ആളുടെ ഉള്ളിലും ഈശ്വരൻ കുടികൊള്ളുന്നു. അപ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം എത്ര ആൾ മുഖാന്തരം എത്ര ചോദ്യം ചോദിക്കുന്നുവോ, വക്താവ് ആചാര്യസ്ഥാനത്തിരിക്കണവർ അത്രയും പരിശ്രമിച്ച് ഇൻഡസ്ട്രിയസ് മൈൻഡോടുകൂടി അതിനെ എത്രത്തോളം നന്നായി പറയാൻ സാധിക്കുമോ അതിന് ശ്രമിക്കും. കാരണം എന്താ, ഇത് പ്രചോദനം തന്നിട്ടുള്ളത് ഈശ്വരൻ, എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് ഈശ്വരൻ, എന്നിലുള്ള ഈശ്വരൻ, ആനന്ദിക്കുന്നത് എന്നിലുള്ള ഈശ്വരൻ. അപ്പോൾ എനിക്ക് ആനന്ദ നിർവൃതി അടയാൻ സൗകുമാര്യം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് പ്രത്യേകം നമസ്കാരം. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി 10ാമത്തെ ശ്ലോകം പറയണു, ന അനൃതം തവ തശ്ച അഭി യഥാമാം പ്രബ്രവീഷിഭോ അവിജ്ഞായ പരം മത്ത ഏതാവത്വം യദോ ഹി മേ ന അനൃതം തവ തശ്ചാഭി യഥാമാം പ്രബ്രവീഷിഭോ പബ്രവീഷിഭോ അവിജ്ഞായ പരം മത്തം ഏതാവത്വം യദോ ഹി മേ. ഹേ വത്സ, അവിടെ ഭോ എന്ന് പറഞ്ഞാൽ ഹേ വത്സ, എന്നെ ഏത് വിധം പ്രകർഷേണ പറയുന്നു. പബ്രവീഷി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പറയുന്നു. എൻ്റെ തത് ച അഭി തന്നെയാണ്. തത് ച അഭി, തച്ചാഭി എന്ന് വായിക്കരുത്. തത് ച അഭി, അതും കളവല്ല, അതായത് നുണയല്ല. ന അനൃതം, എനിക്ക് അത്രത്തോളം പ്രഭാവം ഉണ്ട്, എന്നാൽ എന്നിൽ നിന്ന് ഉത്കൃഷ്ടനെ, പരമമായ ഈശ്വരൻ ഉത്കൃഷ്ടനെ അറിയാതെ കണ്ട്, അവിജ്ഞായ അറിയാതെ കണ്ട് നീ പറയുന്നു. അതായത് ഈ സംവാദം ചോദ്യകർത്താവ് വക്താവിനെ ഉത്തേജിപ്പിക്കണം പ്രകർഷേണ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരിക. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. ഹേ വത്സ, നീ എന്നെ ഈശ്വരനാണെന്ന് കരുതി പറഞ്ഞതും അത്യന്തം അസത്യമല്ല. അഹം ബ്രഹ്മാസ്മി പ്രമാണം, തത്വമസി പ്രമാണമാണ്. അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. നീ എന്നെ ഈശ്വരനാണെന്ന് കരുതി പറഞ്ഞതും അത്യന്തം അസത്യമല്ല, സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ യാതൊരു പരമപുരുഷൻ നിമിത്തം എനിക്ക് ഇത്രത്തോളം പ്രഭാവം സിദ്ധിച്ചിരിക്കുന്നുവോ, കർമ്മഫലം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പ്രഭാവം സിദ്ധിച്ചിരിക്കുന്നതോ അവനെ അറിയാത്തത് കൊണ്ടുള്ള എൻ്റെ ഈ വചനം ബുദ്ധിപൂർവം പറയുന്നതായ അസത്യവാക്കല്ല. അവനെ അറിയാത്തത് കൊണ്ടുള്ള എൻ്റെ ഈ വചനം ബുദ്ധിപൂർവം പറയുന്നതായ അസത്യവാക്കല്ല, ഭ്രാന്തി നിമിത്തം പുറപ്പെട്ടത് മാത്രമാകുന്നു. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ സന്ദേഹം, സംശയം എന്നൊക്കെ പറയും. ഇനി 11ാമത്തെ ശ്ലോകം. യേന സ്വരോജിഷ വിശ്വം രോചിതം രോചയാമ്യഹം യഥ അർക്കോ അഗ്നിര്യഥാ സോമോ യഥർക്ഷഗ്രഹതാരക യഥർക്ഷഗ്രഹതാരകാം. യേന സ്വരോജിഷോ വിശ്വം രോചിതം രോചയാമ്യഹം യഥ അർക്കോ അഗ്നിരിഥ്യാ സോമോ യഥർക്ഷഗ്രഹതാരകാം. യാതൊരുത്തനാൽ സ്വകാന്തിയാൽ, സ്വരോജിഷ എന്ന് പറഞ്ഞാൽ
സ്വകാന്തിയാൽ സ്വന്തം കാന്തി കൊണ്ട്, എല്ലാവരും അങ്ങനെ സ്വന്തം കാന്തി കൊണ്ട് പ്രകാശിക്കപ്പെട്ട ലോകത്തെ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ വൃക്ഷങ്ങൾ, അതായത് ഗ്രഹങ്ങൾ, താരകങ്ങൾ എന്നിവ പോലെ ഞാൻ പ്രകാശിപ്പിക്കുന്നേൻ. അതായത് ഭഗവാനാണ് പ്രകാശിപ്പിക്കുന്നത്. ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രകാശമാണ് സൂര്യനും ചന്ദ്രനും ഇതര നക്ഷത്രങ്ങൾക്കും. അപ്പോൾ രോഹിണി മുതലായ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ പകല് സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് കിട്ടിയിട്ടുള്ള ശക്തിയാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത്. അതേമാതിരി ഇതര നക്ഷത്രങ്ങളും. അപ്പോൾ എന്നിലും നിങ്ങളിലും പ്രകർഷേണ ഇരിക്കുന്ന തേജസ്സിൻ്റെ കാന്തി കൊണ്ടാണ് എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ചന്ദ്രനെയും സൂര്യനെയും ഇതര നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കുന്നത്. അവരുടെ പ്രഭാവം കൊണ്ട് നമ്മൾ കാണുകയല്ല ചെയ്യണത്. അതാണ് മരിച്ച ഒരാൾക്ക് എന്ത് സൂര്യൻ എന്ത് ചന്ദ്രൻ, വെയിലത്ത് കിടക്കണോ മഴയത്ത് കിടക്കണോ വലുതും അറിയോ? ഇല്ല. അപ്പോൾ ചന്ദ്രകിരണങ്ങളെ കൊണ്ടും സൂര്യകിരണങ്ങളെ കൊണ്ടും അഗ്നിയുടെ തേജസ് കൊണ്ടും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെ കാണാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം കൊണ്ടാണ് ബാക്കിയെല്ലാം കാണണത്. അപ്പോൾ ഈശ്വരൻ, ജഗതീശ്വരൻ നമ്മുടെ ഉള്ളിലാണ് എന്നുള്ള ബോധം അറിയണം. ഒരു ശ്രീലകത്തുള്ള ഒരു വിഗ്രഹത്തിൽ അതിൻ്റെ അവരുടെ കടാവിളക്കോ അല്ലെങ്കിൽ വേറൊരു വിളക്കോ ഇല്ലെങ്കിൽ പ്രധാന പൂജാരി വാതിൽ തള്ളി തുറന്നാൽ ഒന്നും കാണില്ല. അവിടെ ഒരു വിളക്കുണ്ടാവും. ആ വിളക്കിനെ നീട്ടുകയാണ് സാധാരണ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കൊടിവിളക്ക് കൊണ്ട് മറ്റെല്ലാ തിരികളും കത്തിക്കും. അപ്പം ഭയങ്കര പ്രഭാശോഭയായി. അപ്പം ഇങ്ങനെ ഈ ഭാഗവതം നമ്മളെ അപഗ്രന്ഥിച്ച് തരുമ്പോൾ സത്യമേവ ജയതേ, സത്യമാണ് ജയിക്കേണ്ടത്. ആ സത്യം എന്താ? ഈശ്വരൻ ഞാൻ തന്നെയാണ്, എന്നിലുള്ള പ്രഭാവമാണ് ഈശ്വരീയത. അല്ലാതെ കണ്ട് 12 മണിക്കൂർ 14 മണിക്കൂർ നമ്മൾ ക്യൂ നിന്ന് തൊഴുമ്പോൾ അവരവരുടെ ആത്മാവിൻ്റെ ചൈതന്യമായിട്ട് നമ്മൾ വിഗ്രഹത്തെ, ഏതേത് വിഗ്രഹത്തെ കാണുകയാണെങ്കിലും തർക്കമില്ല, രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ പിന്നെ പ്രകാശിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ പരമപുരുഷൻ ആരെന്നുള്ള ആകാംക്ഷയ്ക്ക് ആ ദേവനെ നമസ്കരിച്ചുകൊണ്ട് ഉത്തരം പറയണം. എന്നിലുള്ള ദൈവത്തെ, നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള ഈശ്വരീയതയെ, ഈശ്വരനെ, തേജസ്സിനെ അവരവരെ മുട്ടുകുത്തി നമസ്കരിക്കണം. യാതൊരു ദേവനാൽ സ്വപ്രകാശത്താൽ ആദ്യമായി പ്രകാശിക്കപ്പെട്ടതായ ഈ ലോകത്തെ അശ്വതി മുതലായ 27 നക്ഷത്രങ്ങൾ, സൂര്യാദിഗ്രഹങ്ങൾ, ഇതര നക്ഷത്രങ്ങൾ എന്നിവ ചൈതന്യ പ്രകാശിത വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഞാൻ സൃഷ്ടിവ്യാപാരത്താൽ പ്രകാശിപ്പിക്കുന്നു. സ്വപ്രകാശത്താൽ സ്വയമേവ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമപുരുഷനെ സൂര്യാദിഗ്രഹങ്ങൾ ഒന്നും പ്രകാശിപ്പിക്കുന്നില്ല. ഇതാണ് ഈശ്വരൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. എന്ന് തന്നെയല്ല, ആ സ്വപ്രകാശരൂപനായ പരമാത്മാവിൻ്റെ പ്രഭ കൊണ്ട് സൂര്യാദികൾ പ്രകാശിക്കുന്നത്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം ന ഇമാ വിദ്യുതോ ഭ്രാന്തി കുതോ അയമഗ്നി തമേവ ഭ്രാന്തം അനുഭാതി സർവം തസ്യ ഭാസം സർവമിതം വിഭാതി. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. എവിടെ? നമ്മുടെ ഹൃദയഗഹ്വരത്തിൽ. ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മിന്നുലുകൾ, അഗ്നി എന്നിവയും പ്രകാശിക്കുന്നില്ല. ഇവ സകലവും സ്വപ്രകാശരൂപനായ അവൻ്റെ പ്രകാശത്തെ അവലംബിച്ച് വിളങ്ങുന്നു. ആ പരമപുരുഷൻ്റെ പ്രകാശം കൊണ്ട് സർവലോകവും പ്രകാശിക്കുന്നു എന്നർത്ഥമായ ഈ മേൽ പറഞ്ഞ ശ്രുതി പ്രമാണമാണ് എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകം. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി
യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. ജയിപ്പാൻ പ്രയാസമുള്ളതായ യാതൊരുത്തിൻ്റെ മായ നിമിത്തം, ഈശ്വരൻ്റെ മായ നിമിത്തം, ഈശ്വരൻ്റെ മായയെ ജയിക്കാൻ പ്രയാസമുണ്ട്. നന്നായി ഇൻഡസ്ട്രിയസ് മൈൻഡായിട്ട് പ്രവർത്തിക്കണം, നിഷ്കാമായിട്ട്, അതും വേണം. കാമനകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ ലോകഗുരുവെന്ന് പറയുന്നുവോ, ഭഗവാനും വാസുദേവനും ദേവനുമായ അവനായിക്കൊണ്ട് നമസ്സിനെ നമസ്കാരത്തെ മനസ്സാ ചെയ്യുന്നേ, അത് മതി. മനസ്സുകൊണ്ട് ആരെ വേണമെങ്കിലും നമുക്ക് ആലിംഗനം ചെയ്യാം, നമസ്കരിക്കാം. ഭാവം എന്താവണം? ഈശ്വരനാണ്. എല്ലാവരും ഗുരുഭൂതന്മാരാണ്. നീയും എന്നെ പോലെയുള്ളവരും ജയിപ്പാൻ കഴിയാത്തതായ യാതൊരുത്തൻ്റെ മായയാൽ മോഹിതന്മാരായിട്ട് എന്നെ ലോകകാരണമെന്ന് പറയുന്നുവോ ഭഗവാനായ ആ വാസുദേവനായി കൊണ്ട് മനസ്സാ നമസ്കാരം ചെയ്യുന്നേൻ. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അപ്പം ഒരു പോസിറ്റീവ് ഊർജം കിട്ടും നമ്മൾക്ക്. ആ ഊർജത്തിനെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ആ ഊർജത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ശക്തി ഈ ഭൂമണ്ഡലത്തിലില്ല. 13ാമത്തെ ശ്ലോകം പറയുന്നു, വിലജ്ജമാനായ യസ്യ സ്ഥാതുമീക്ഷാപഥേ അമുയാ വിമോഹിതാ വ്യഗദ്ധന്തേ മാം അഹം ഇതി ദുർധിയാം. മാം അഹം ഇതി ദുർധയാം വിലജ്ഞമാനായ യസ്യ സ്ഥാതുമീക്ഷാപഥേ അമുയാ വിമോഹിതാ വിഗദ്ധാന്തേ മാം അഹം ഇതി ദുർധിയ. യാതൊരുവൻ്റെ കണ്ണിനു മുമ്പിൽ നിൽപ്പാനായിക്കൊണ്ട് ലജ്ജിച്ചു കൊണ്ടിരിക്കുന്ന ഇവളാൽ അരെ ഭക്തി മോഹിക്കപ്പെട്ട ദുർബുദ്ധികൾ എൻ്റേത് ഞാൻ എന്ന് വിഗദ്ധനം ചെയ്യുന്നു. അതാണ് ഈ മമത. എൻ്റേതെന്നും എനിക്കെന്നുമുള്ള നിലപാട് സ്വീകരിക്കരുത്. അത് നമ്മളെ അബദ്ധത്തിൽ ചാടിക്കും. എല്ലാം ഈശ്വരൻ്റെ, നമ്മൾ തൽക്കാലം അതൊരു സൂക്ഷിപ്പുകാരൻ, തൽക്കാലം. അപ്പോൾ ആരെ മോശമായിട്ട് ഞാൻ പദവികൾ കയറിപ്പിടിച്ചുവോ അതിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങേണ്ടി വരും. നിലത്തിരിക്കുന്നവന് വീടിന്ന് പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ഒരു എന്താണ് പറയുക, ഒരു മാനദണ്ഡം പറയപ്പെടും. താഴത്തിരിക്കുന്നവന് വീഴുന്ന് പേടിക്കണ്ട. എത്രത്തോളം ഉയരത്തിലേക്ക് പോകണോ അത്രത്തോളം വീണാൽ വീഴ്ചയുടെ ആഘാതം നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്, ആ ഭഗവാൻ കണ്ണുകൾക്ക് മുമ്പാകെ നിൽക്കാൻ ലജ്ജിക്കുന്ന ആ മായയാൽ, ആ ഭഗവാന്റെ കണ്ണുകൾക്ക് മുമ്പാകെ നിൽക്കാൻ ലജ്ജിക്കുന്ന ആ മായ. കാരണം ആ മായ ഭഗവാന്റെ നിർദ്ദേശം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ നാരായണ നാരായണ ശബ്ദം മുഴങ്ങുന്നുണ്ടോ അപ്പോൾ ആ നമ്മളെ ഗ്രസിക്കാവുന്ന മായ വിട്ടുപോകും. കാരണം എന്താ, ഉള്ളിൽ നാരായണൻ ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ നമ്മളതിനെ പ്രാവർത്തികമാക്കണുണ്ടോ ഇല്ലയോ എന്നുള്ളത് മായയ്ക്ക് മനസ്സിലാവുമ്പോഴാണ് മായ നമ്മളെ ഗ്രസിക്കുന്നതും മായ നമ്മളെ ഭയന്ന് ഓടണത്. അപ്പോൾ ഈ ടെക്നിക്കാലിറ്റി മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു, അത്രയേ ഉള്ളൂ. ആ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കാനാണ് സത്കർമ്മനിരതന്മാരായി സദാസേവ്യ ഭാഗവതം എന്ന് പറയുന്നത്.
അപ്പോൾ പിന്നെ പറഞ്ഞു, ആ ഭഗവാന്റെ കണ്ണുകൾക്ക് മുമ്പാകെ നിൽക്കാൻ ലജ്ജിക്കുന്ന ആ മായയാൽ മോഹിക്കപ്പെട്ട ദുർബുദ്ധികൾ എൻ്റേതെന്നും ഞാനെന്നും ശ്ലാഘിച്ചു പറയുന്നു. മമതേനെ ശ്ലാഘിക്കുന്നത്, മായേനെ ശ്ലാഘിക്കണ്ട. ആ മായയുടെ കാപട്യം ഭഗവാൻ മാത്രം അറിയും. ആ മായയുടെ കാപട്യം ഭഗവാൻ മാത്രം അറിയും. അപ്പോൾ ഭാഗവതീയത ഉള്ളവരറിയുന്ന അർത്ഥം പറയണം. ഭാഗവതീയത ആരറിയും? അവർക്ക് മായേനെ അറിയാം, മായയുടെ കാപട്യം അറിയും. അതിനാൽ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുവാൻ ലജ്ജയാണെന്ന് സാരം. ഈശ്വരം ആത്മജ്ഞാനിനം ച മുക്ത്വാ സർവാനപി മോഹയത്യേഷമായ എന്ന പ്രമാണം പറഞ്ഞാൽ ഈശ്വരനെയും ഈശ്വരസ്വരൂപനായ ആത്മാവിനെയും അറിഞ്ഞവനെ ഒഴിച്ച് മറ്റുള്ളവരെയെല്ലാം മായ മോഹിപ്പിക്കുന്നുവെന്നുള്ള വേദാന്ത സാരത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വളരെ പ്രധാനമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണിത്. എന്താണ്? ഈശ്വരനെയും ഈശ്വര സ്വരൂപനായ ആത്മാവിനെയും. ആത്മാവിന് രൂപമില്ല, നാമരൂപ വിവർജിത, ഈശ്വരൻ നിരാകാരനുമാണ്. അങ്ങനെ വരുമ്പോൾ ആത്മാവിന് പ്രകടമാവാൻ ഒരു ശരീരം വേണം. അതുകൊണ്ടാണ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് ശവായി. ആ വള്ളി പോയാൽ, ശിവം പോയാൽ ശവായി എന്ന് പറയും. അപ്പോൾ പറഞ്ഞു ഈശ്വര ആത്മജ്ഞാൻ. അപ്പോൾ ഈശ്വരം ആത്മജ്ഞാനിനം ച മുക്ത്വാ സർവാനപി മോഹയത്യേഷമായ ഈശ്വരനെയും ഈശ്വരസ്വരൂപനായ ആത്മാവിനെയും അറിഞ്ഞവനെ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം മായ മോഹിപ്പിക്കുന്നു എന്നുള്ള വേദാന്ത സാരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനാൽ ഈശ്വരൻ ഏത് വിധമുള്ളവൻ എന്ന ചോദ്യത്തിന് ഉത്തരം ആയി. ഇനി അടുത്ത ശ്ലോകം 14. ദ്രവ്യം കർമ്മം ച കാലശ്ച സ്വഭാവോ ജീവയേവ ച വാസുദേവാത് പരോ ബ്രഹ്മൻ ആജാന്യോ അർത്ഥോ അസ്തി തത്വതാം. ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവയേവ ച വാസുദേവാത് പരോ ബ്രഹ്മൻ ആചാന്യോ അർത്ഥോ അസ്തി തത്വതാം. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇത് വരും, വാക്കാർത്ഥത്തിൽ വരുന്നുണ്ടോ നോട്ടെ. പദാർത്ഥവും പ്രവൃത്തിയും കാലവും പ്രകൃതിയും. സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതം. എന്താഹേ തൻ്റെ പ്രകൃതം ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നല്ല മലയാളം, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഒരു ഇതുണ്ടതിന്. സ്വഭാവം ജീവയേവച, ജീവനും അന്യമായ യാതൊരു വസ്തുവും ബ്രഹ്മജ്ഞ വാസുദേവാത്, അതായത് സത്യവസ്തുവായ വാസുദേവനിൽ നിന്ന് വേറിട്ടതായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ബ്രഹ്മമയാണ്. തന്നെ കൂടാതെ അന്യയായ ഒരു പരമേശ്വരനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ശേഷം, തന്നെ കൂടാതെ അന്യയായ ഒരു പരമേശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഈ ലോകത്തിന് അധിഷ്ഠാനമാരാണെന്ന് തുടങ്ങിയ 9 ചോദ്യത്തിന് അവൻ തന്നെ അധിഷ്ഠാനം എന്നുത്തരം പറയാൻ വേണ്ടി അവനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ലെന്നുറപ്പിക്കുന്നു. നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റിയാക്കലും പോസിറ്റിവിറ്റീനെ കൊണ്ട് നെഗറ്റിവിറ്റീനെ തള്ളണതും, അങ്ങനെ 2 തരം പ്രയോഗമുണ്ട് വാചകങ്ങൾ. ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ അവിടെ നിന്നല്ല വരുന്നത് പറഞ്ഞ പോലെയാണത്. അപ്പോൾ ഹേ നാരദ, ഇതാരാ പറഞ്ഞത്? സനകാദികൾ. ഹേ നാരദ, ലോകസൃഷ്ടിക്ക് ഉപദാനദ്രവ്യമായ മഹാഭൂതങ്ങൾ, ജന്മാദികൾക്ക് കാരണമായ കർമ്മം, കർമ്മങ്ങൾക്ക് ഫലങ്ങളെ കൊടുപ്പാനുള്ള ശക്തിയുടെ, കർമ്മങ്ങൾക്ക് ഫലങ്ങളെ കൊടുപ്പാനുള്ള ശക്തിയുടെ, ആ ശക്തിയാണ് ശക്തിനെ കാണാൻ പറ്റില്ല അല്ലേ? എനിക്ക് ശക്തി ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എണീക്കാൻ ശക്തിയില്ല, എനിക്ക് ഇവിടുന്ന് കടന്നാൽ എണീക്കാൻ ശക്തിയില്ല, എനിക്ക് ഇരിക്കാൻ ശക്തിയില്ല, അപ്പോൾ ആ ശക്തിയുടെ പരിപക്വാവസ്ഥാരൂപമായ കാലം,
കാലം നന്നാവുക കാലം നന്നാവുക എന്ന് പറഞ്ഞാൽ പരിപക്വതാവസ്ഥ എന്നർത്ഥം. മനസ്സിലായില്ലേ? ആ കർമ്മത്തിൻ്റെ പരിണാമത്തിന് ഹേതുവായ സ്വഭാവം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ കർമ്മത്തിൻ്റെ ഏത് കർമ്മമാണെങ്കിലും പരിണാമത്തിന് ഹേതുവായ സ്വഭാവം. അപ്പം നമ്മുടെ സ്വഭാവം നമ്മൾ ചെയ്തു വരുന്ന കർമ്മത്തിൻ്റെ അനന്തരഫലമാണ്, പരിപക്വതാവസ്ഥയാണ്. അപ്പോൾ അമ്പലത്ത് ഈശ്വരനെ ഉപാസിച്ചവർക്ക് മുഴുവൻ സദ്ഫലം കിട്ടുന്നില്ല. കാരണം എന്താ? ചെയ്ത കർമ്മത്തിൻ്റെ പരിണാമത്തിന് ഹേതുവായ സ്വഭാവം ഉത്തമാണോ അധമാണോ മധ്യമമാണോ? തമോ ഗുണം കൊണ്ടാണോ കർമ്മം ചെയ്തത്, സത്വഗുണം കൊണ്ടാണോ അതോ രജോ ഗുണം കൊണ്ടാണോ? ഇതാരൊക്കെ അറിയുള്ളൂ? ധർമ്മിഷ്ഠൻ എവിടെ ഇരിക്കണത്? അവരവരുടെ ഉള്ളിൽ. കർമ്മം ചെയ്യുന്നവൻ്റെ ബുദ്ധി സദ്ബുദ്ധിയാണോ കുബുദ്ധിയാണോ സുബുദ്ധിയാണോ എന്നുള്ളത് ആത്മസാക്ഷാത്കാരം, ആത്മാവിനറിയും. അപ്പോൾ പറഞ്ഞു, അതിനാലുണ്ടാകുന്ന സുഖദുഃഖാദി ഫലങ്ങളെ അനുഭവിക്കുന്ന ജീവൻ, അതിനാലുണ്ടാകുന്ന സുഖദുഃഖാദി ഫലങ്ങളെ അനുഭവിക്കുന്നു. അപ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാവണത് സ്വന്തം കർമ്മഫലം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ശരീരവേദനയും ശരീര സൗഖ്യവും പിന്നെ എങ്ങനെ ദേഹമുട്ട് നമ്മൾ നടത്തുക? സ്വഭാവം അവരവരുടെ കർമ്മമാണ്. അപ്പോൾ ഒരാൾക്ക് സദ്ബുദ്ധി കൊടുക്കണമെന്ന് പറഞ്ഞ് മുട്ടർത്തിട്ട് എന്താ കാര്യം? ഞാൻ വളരെ കൂലങ്കഷമായി പരിച്ഛേദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ശക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്കൊരു ഇച്ഛ ഉണ്ടായിരിക്കണം. ഇച്ഛാശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി, ഇല്ലേ? അപ്പോൾ എന്നിവയെല്ലാം ഭഗവാൻ വാസുദേവൻ തന്നെ. പരമാർത്ഥത്തിൽ വാസുദേവനെ കൂടാതെ അന്യമായ വസ്തു യാതൊന്നും ഇല്ല. സത്യത്തെ ആശ്രയിച്ചല്ലാതെ അസത്യത്തിന് നിൽപ്പാൻ കഴിയുകയില്ല. സത്യസ്വരൂപനായ വാസുദേവനെ അവലംബിച്ചുകൊണ്ട് മഹാഭൂതാദികൾ സത്യമോനെ വിളങ്ങുന്നുവെന്ന് സാരം. ആകാശം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്താ കാരണം? ഉള്ളിൽ ചൈതന്യമുണ്ട്. കാറ്റ്, എന്താ കാറ്റാ വീശാത്തത്? വീശും, അതിൻ്റെ സമയമുള്ളപ്പോൾ. നമ്മുടെ സമയത്തിനല്ല, അല്ലേ? അത് എല്ലാറ്റിലേക്കും അപ്ലൈ ചെയ്ത് നോക്കിയാൽ. ഇനി 15ഉം 16ഉം കൂടി പറഞ്ഞു നിർത്താം. 15ഉം 16ഉം അത് പറയാണ്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ വിചാരിച്ചാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നാരായണ പരാവേദാ ദേവാ നാരായണാംശജ നാരായണ പരാലോകം നാരായണ പരാമഘാം നാരായണ പരോ യോഗോ നാരായണ പരം തപാം നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി നാരായണ പരാവേദം ദേവനാരായണാംശജ നാരായണ പരാലോക നാരായണ പരാമഘാം നാരായണ പരോ യോഗോ നാരായണ പരം തപാം നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. 4 വരിയിൽ 8 നാരായണ. അപ്പോൾ പറഞ്ഞു, വേദങ്ങൾ നാരായണനെ ആശ്രയിച്ചവയാണ്. അപ്പോൾ അത് പഠിക്കാണ്ട് പോയത് ആരുടെ കുറ്റ? ദേവന്മാർ നാരായണൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചവരാണ്. ലോകങ്ങൾ നാരായണനെ ആശ്രയിച്ചുണ്ടാവയവയാണ്. യാഗങ്ങൾ നാരായണനെ ആരാധിപ്പാനുള്ളവ ആണ്. യോഗം നാരായണനെ അറിവാനുള്ള വഴി. യോഗം ഒന്നായി തീരുക എന്നുള്ളത്. തപസ് നാരായണനെ ആശ്രയിച്ചുണ്ടായ കർമ്മം. അറിവ് നാരായണനെ ആശ്രയിച്ചുള്ളത്. പ്രാപ്യസ്ഥാനം നാരായണനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ നാരായണനില്ലാണ്ട് ഒരു കാര്യമില്ല. ആ നാരായണനെ അറിയാണ്ട് പോകരുത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുകയാണെങ്കിൽ, വേദങ്ങൾ ശ്രീനാരായണ തത്വത്തെ പ്രകാശിപ്പിക്കുന്നവയാകയാൽ
നാരായണ സംബന്ധികൾ, ദേവന്മാർ ശ്രീനാരായണൻ്റെ അംശത്തിൽ നിന്നുണ്ടായവർ. സ്വർഗാദി ലോകങ്ങൾ നാരായണനെ സംബന്ധിച്ചവ. യാഗങ്ങൾ നാരായണനെ ചേർന്നവ. യോഗവും നാരായണനെ അറിവാനുള്ള ഒരു വിധം മാർഗം. യോഗസാധ്യമായതും ചിത്തത്തിൻ്റെ ഏകാഗ്രസ്വരൂപമായ തപസ്സും നാരായണ സംബന്ധി തന്നെ. അതിനാൽ സാധിക്കാത്തതായ ജ്ഞാനവും നാരായണപരം. യജ്ഞത്തിൻ്റെ ഫലമായ ഗതിയും നാരായണ സംബന്ധിച്ചത്. അതിനാൽ എല്ലാം നാരായണ അധീനമെന്ന് സാരം. എല്ലാം നാരായണന് അധീനമാണ് എന്ന് വിചാരിക്കുന്നവരൊക്കെ രക്ഷപ്പെടും. എല്ലാം നാരായണന് അതീതാണെന്ന് പറഞ്ഞാൽ പോയി. നാരായണന് അധീനാണല്ല. അപ്പം ഞാനും നിങ്ങളും നാരായണന് അധീനന്മാരായിരുന്നാൽ, അതാണ് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നമ്രശിരസന്മാരായി തീർന്നാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഇനി അത് വേണോ വേണ്ട എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും ഓപ്ഷനുണ്ട്. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഓരോരുത്തരിലും വർഷിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മളുടെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.